ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. അതെ, ഇന്ന് വിഷു ആണ്. ഇന്ന് അതുകൊണ്ട് ഓഫീസിൽ ഓഫ് വിളിച്ചിട്ട് അമ്പലത്തിൽ പോവാണ്. രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ നാട്ടിലെ ഗുരുവായൂരമ്പലം പോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ബ്രാംപ്ടണിലാണത്, കാനഡയിൽ ബ്രാംപ്ടണിലാണ്. ഞങ്ങൾ അവിടെ പോകാനുള്ള പരിപാടിയിലാണ്. ഞാൻ താമസിക്കുന്ന ടൊറൻറ്റോ ആണ്. ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ. സോ രാവിലെ അതിന് പോകാനുള്ള പരിപാടിയിലാണ്. നല്ല കിടുക്കം വെയിൽ. ആദ്യം നമുക്ക് പോകുന്ന വഴി ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യണം. സോ ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു സദ്യ കഴിക്കാൻ പോകും. അപ്പോൾ വിഷയമായിട്ട് ഇതൊക്കെയാണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കാണുന്നുണ്ടോ? അമ്പലത്തിൽ പോവാൻ ഇതാണ് കൊടുക്കുന്നത്. അപ്പം let's go. നമ്മൾ ഓൺ ദ വേ ആണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇവിടെ പറഞ്ഞു വ്ളോഗ്. ഹാപ്പി വിഷു. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സ്കാർബ്രോയിൽ കുറേ അമ്പലങ്ങളുണ്ട്. ഈ അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ആൾക്കാർക്ക് കുറേ നാളായിട്ട് ഇത് അമ്പലം പണിയണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ പ്രതിഷ്ഠ നടന്നത് 2019 ജൂലൈയിലാണ്. ഇപ്പം ഏകദേശം 6 വർഷം പ്രധാന പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്. അപ്പോൾ തൊട്ട് നമ്മുടെ മലയാളികളെല്ലാവരും വിഷുവിനും ഓണത്തിനും ഒക്കെ ബേസിക്കലി ഇവിടെ വരും. സ്കാർബ്രോ ആണെങ്കിലും ടൊറൻറ്റോ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും മിക്കവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെയാണ് തൊഴാൻ വരുന്നത്. ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ദോശയോട് കറിയൊക്കെ പറ. ചമ്മന്തി. നല്ല അത്രേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്യാം. പറഞ്ഞ് പ്രൊമോഷൻ അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് നൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ അടുത്ത ഷിഫ്റ്റിന് പോയി. ലൈഫ് തന്നെ കൊറേ കാശ് വാരി കൂട്ടണോ കല്യാണം വെച്ചിട്ട്. കഷ്ടപ്പാടിന്റെ മേളാന്ന് പറയുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. ഞാൻ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. ആദ്യം വെളിയിലോട്ട് ഇറങ്ങാം. വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയി. പക്ഷെ നല്ല ട്രാഫിക് ആയിരുന്നു. മടുത്താണ് വന്നത്. സാധാരണ 10-45 മിനിറ്റ് എടുക്കുന്നത് ഇന്ന് 1.5 മണിക്കൂറോളം എടുത്തു. ഇതാണ് അമ്പലം. ഭയങ്കര വെയിൽ. ഞാൻ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് അല്ലാതെ കാണിക്കാം. അങ്ങനെ അമ്പലത്തിൽ വലിയ തിരക്കാകുന്നതിന് മുമ്പ് തൊഴുത് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഇപ്പോൾ ഇവിടെ ആളായി. ഞങ്ങൾ വന്നപ്പോൾ ഒട്ടും ആളില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മുഴുവൻ പാർക്കിംഗ് ഫുള്ളായി. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഒട്ടും ആളില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി. ഇനി അടുത്തത് ഫുഡ് കഴിക്കാം. എന്തുപോലെ അതൊന്നും ഇടല്ല കേട്ടോ.